ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 9ാം പതിപ്പിന് രാജ്യത്ത് തുടക്കമായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ചു നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ നീരജ് ചോപ്ര. വാർത്തകൾ വിശദമായി. രാഷ്ട്രപുരോഗതിയുടെ ചാലകശക്തികളാണ് സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിൽ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും 8ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ ഇതോടനുബന്ധിച്ച് അടുത്ത 2 ആഴ്ചയ്ക്കിടെ സംഘടിപ്പിക്കും. വിളർച്ച, ക്ഷയരോഗം, മറ്റു രോഗങ്ങൾ എന്നിവ തുടക്കത്തിലെ കണ്ടെത്തുന്നതിനും മാതൃശിശുക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ക്യാമ്പിലെത്തുന്ന സ്ത്രീകൾക്ക് ചികിത്സയും മരുന്നും സൌജന്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 75ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ. അസാധാരണമായ നേതൃപാടവത്തിലൂടെ കഠിനാധ്വാനത്തിന്റെ ഉന്നത മാതൃകയായി മാറിയ നേതാവാണ് ശ്രീ മോദിയെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘദർശിയായ നേതൃശേഷി ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നോട്ട് നയിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. രോഗവ്യാപനം തടയാൻ കഴിയാതെ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ രോഗബാധിതരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തുടർച്ചയായ 2ാം ദിവസമാണ് പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം നിയമസഭ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ അംഗങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ചർച്ചയായിരുന്നു ചട്ടം 55 പ്രകാരം ഇന്ന് നടന്നത്. നടപടികൾ നിർത്തിവെച്ച് ചർച്ച വേണം എന്ന് N. ഷംസുദ്ദീൻ അടക്കമുള്ളവരുടെ ഉപക്ഷേപത്തെ തുടർന്നായിരുന്നു ഇത്. ചർച്ചയുടെ ഒടുവിൽ ആരോഗ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ ഉണ്ടായ തർക്കങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണം പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയത്. മരണനിരക്ക് വർദ്ധിച്ചു വരുന്നത് ഗൗരവമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബിയ സാന്നിധ്യം കണ്ടെത്താൻ സൗകര്യമുണ്ടെന്നും ചികിത്സ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതൊരു പകർച്ചവ്യാധി അല്ല എന്നത് ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പമ്പാ തീരത്ത് ഈ മാസം 20-ന് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുവാദം നൽകിയ കേരള ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ചില നിബന്ധനകളോടെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ അനുമതി നൽകിയ വിധിക്കെതിരെ സമർപ്പിച്ച 3 ഹർജികൾ ജസ്റ്റിസ് PS നരസിംഹ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പരമോന്നത കോടതി നിർദ്ദേശം നൽകി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകമെമ്പാടുമുള്ള 3000 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞ സംഭവം അന്വേഷിക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറാണ് സംഭവം അന്വേഷിക്കേണ്ടത്. മുൻകൂർ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ സ്വമേധയാ ഇടപെടുകയായിരുന്നു കോടതി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 9ാം പതിപ്പിന് രാജ്യത്ത് ഇന്ന് തുടക്കമായി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീളുന്ന 15 ദിവസത്തെ ക്യാമ്പയിനിലൂടെ ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് സ്വച്ഛതാ ഹി സേവ പ്രതിജ്ഞയെടുത്തു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര സേവാ പർവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻകുമാർ സംസാരിക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നും പ്രവാസികളുടെ ക്ഷേമത്തിന് പ്രധാനമന്ത്രി പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
My warmest greetings to the Honorable Prime Minister of India, and I just wanted to say that the foreign policy that the Prime Minister of India has conducted during his tenure has been remarkable. It has seen an increase in the standing of the country the world over. He has practiced diaspora diplomacy, where he has taken into account the interests and concerns of the diaspora. He has also made sure that the foreign policy serves the interests of the weaker sections of India. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് ഈ മാസം 22 മുതൽ നടപ്പാക്കുന്ന GST ഘടനാ പരിഷ്കരണം ആരോഗ്യമേഖലയിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പരിഷ്കരണം. പാൽ, പ്രീ പാക്കേജ്ഡ് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളെയും GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ചും പരിസ്ഥിതി സൌഹൃദമായും നടത്താൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ വിവിധ ഏജൻസികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച കർമ്മ പരിപാടിക്കും രൂപം നൽകി. പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒക്ടോബർ 10 വരെ സമർപ്പിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ, ഹരിതകർമ്മസേന എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പേരൂർക്കട PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രധാനമന്ത്രിയുടെ ബാല്യകാലം പ്രമേയമാക്കി ചിത്രീകരിച്ച ചലോ ജീത്തേ ഹേ എന്ന ബയോപിക് ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം നടന്നു. ശക്തവും വൈകാരികവുമായ സന്ദേശമാണ് ചിത്രം പകർന്നു നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം വികസിത ഭാരതമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരത്തെ BJP സംസ്ഥാന ഓഫീസിൽ മീറ്റ് ദി ലീഡർ പരിപാടിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് എല്ലാ ആഴ്ചയും നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും അടക്കമുള്ള BJP നേതാക്കൾ പങ്കെടുക്കും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി കണ്ണൂർ നഗരത്തിനോട് ചേർന്ന മേലെ ചൊവ്വയിൽ പണിയുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ടെസ്റ്റ് പൈലിംഗ് പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് ചൊവ്വ ശിവക്ഷേത്രത്തിന്റെ കിഴക്കേനട റോഡ് വരെയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ അലൈൻമെന്റ് കൂടി പരിഗണിച്ച് നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന് 425 മീറ്റർ നീളവും 9 മീറ്റർ വീതിയും ഉണ്ടാകും. ഇരുവശങ്ങളിലും 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകൾ നിർമ്മിക്കും. 24,54 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ ഫൈനലിൽ കടന്ന ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ആദ്യ ശ്രമത്തിൽ തന്നെ 84.85 മീറ്റർ ദൂരം കുറിച്ചാണ് നീരജ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഫൈനൽ റൌണ്ട് നാളെ നടക്കും. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ UAE നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 9ാം പതിപ്പിന് രാജ്യത്ത് തുടക്കമായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ചു നടത്താൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ നീരജ് ചോപ്ര. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.